ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കൂന്തൽ വെച്ച് നല്ലൊരു അടിപൊളി ഫ്രൈൻ്റെ റെസിപ്പി വന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. വീട്ടിലേക്ക് പോവാം നമുക്ക്. കണ്ടില്ലേ, നല്ല കാണാനും നല്ല രസമാണ്, അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂന്തൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ, അധികമൊന്നുമില്ല. അരക്കിലോ കൂന്തലൊക്കെ കാണുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ കൂന്തൽ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഫ്രൈ ആക്കാനുള്ള മസാല ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മസാല പുരക്കി വെക്കാം കേട്ടോ. കുറച്ച് 2-3 മിനിറ്റ്, ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. ഒരു 10 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ആക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൊത്തം അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കത് പിന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് എത്ര വെന്താലും ഇങ്ങനെ റബ്ബർ പോലെ കിടക്കില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഇതായി വരുന്നത്. അധികമൊന്നും വേണ്ട കേട്ടോ, ഒരു 3/4 ഭാഗം വേവായാൽ മതി. ഇതിൽ എത്ര മസാല തേച്ചാലും പിടിക്കൂല. അതൊന്നും ചൂടായി വരുമ്പോഴത്തേക്ക് അതിലുള്ള മസാല എല്ലാം പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക, മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ എണ്ണത്തിന് ബാക്കിയുള്ള എണ്ണ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് എന്താ പറയുക വഴറ്റിയെടുക്കണം. ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട്, കരിഞ്ഞു പോകുന്നതിനാണ്, തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളിയിൽ ഇതിലുള്ള മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ പിന്നെ തീ കൂട്ടി വെക്കാം കേട്ടോ, കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ആ കൂന്തലായിരുന്നു കോരി വെച്ചിട്ട് പിന്നെ തീ കൂട്ടി കൊടുത്താൽ ഈ മസാല ഫുള്ള് കരിഞ്ഞു പോകും. അതിലേക്ക് ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതേപോലെ 2 പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം മസാല കരിഞ്ഞു പോകാത്തതുകൊണ്ട് നല്ല അതേ കളർ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മൾ കൂന്തൽ കോരി വെച്ചതിന് ശേഷം തീ തീരെ കുറച്ച് വെക്കണം കേട്ടോ. പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് തീ കൂട്ടി വെച്ചാൽ മതി. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളി ഞാൻ എടുത്ത കേട്ടോ. കൂന്തലിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ തക്കാളീൻ്റെ ഉള്ളിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കേട്ടോ. കുറച്ച് 1/4 ടീസ്പൂണ്, കണ്ടില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അധികം ഇട്ടാൽ ഇതിൻ്റെ കൂന്തലിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയാം, കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറച്ച് ചെറുതായിട്ട് തിള വരട്ടെ. ആ കൂടെ തന്നെ ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കൂന്തലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കണേ. ഞാൻ ഉള്ളി വാട്ടുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൂന്തൽ ഫ്രൈ ആക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കാം കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇനി തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് നമുക്ക് ഇതാക്കിയെടുക്കാം. ഇത്ര വെള്ളം വേണ്ട കേട്ടോ, കുറച്ചും കൂടെ വെള്ളം ഒന്ന് കണ്ടില്ലേ, ഇതേ പരുവത്തിന് മതി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ ചെയ്യാത്തതൊന്നും ചെയ്ത് നോക്കണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടെ പറയണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.